ഹലോ എവ്രി വൺ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ന്യൂട്ടെല്ലയുടെ റെസിപ്പിയാണ്. ഇവിടെ ഞാൻ 2 വിധത്തിലുള്ള റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഹാസൽനട്ട് വെച്ചിട്ടുള്ളതാണ്. ഇതിന് ഞാനിവിടെ 1 കപ്പ് ഹാസൽനട്ട് എടുത്തിട്ടുണ്ട്. ഇത് സ്കിൻ റിമൂവ് ചെയ്തിട്ടുള്ള ഹാസൽനട്ടാണ്. പിന്നെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/2 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ ഇതിലേക്ക് വേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ 1/2 കപ്പും പ്ലസ് 2 ടേബിൾ സ്പൂണും ബട്ടറും എടുത്തിട്ടുണ്ട്. ബട്ടർ ആദ്യം തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഹാസൽനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഹാസൽനട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിനാലാണ് വേഗം പൊടിഞ്ഞ് കിട്ടാൻ. ഇത് റോസ്റ്റ് ചെയ്ത് ബ്രൗൺ കളറൊന്നും ആക്കേണ്ടതില്ല. ഇതിൽ നിന്ന് ഒരു എണ്ണ ഇറങ്ങി വരുന്നത് പോലെ തോന്നും. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ചൂടോടെ തന്നെ പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് മിക്സി ഫുള്ളിൽ കറക്കിക്കൊണ്ടിരിക്കാതെ ഓരോ കറക്കി അങ്ങനെ എടുക്കണം. ഇനി ഇതിലേക്ക് തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നേരത്തെ തന്നെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഹാസൽനട്ടിന് 1 കപ്പ് പഞ്ചസാര തന്നെ എടുക്കണം. അപ്പോൾ മാത്രമേ ഇതിൻ്റെ മധുരം ഉണ്ടാവുള്ളൂ ഇതിൽ. ഇനി ഇവിടെ 1/2 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഈ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ബട്ടർ ചേർക്കുന്നതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർക്കാം. ഇനി ഇത് നമ്മൾ എത്രത്തോളം ബ്ലെൻഡ് ചെയ്തെടുക്കുന്നോ അത്രത്തോളം ന്യൂട്ടെല്ല സ്മൂത്തായിട്ട് വരും. ഇവിടെ എനിക്കിപ്പോൾ 1/2 കപ്പ് ബട്ടറും പ്ലസ് 2 ടേബിൾ സ്പൂൺ, അങ്ങനെയാണ് ഇപ്പം ബട്ടർ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് ഈ ന്യൂട്ടെല്ല ഹാസൽനട്ട് വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടെയ്നറിൽ നമുക്ക് 1 മാസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. പുറത്ത് വെക്കുന്നതാണെങ്കിൽ ഒരാഴ്ചയൊക്കെയാണ്. എനിക്ക് ശരിക്കും അറിയില്ല, ഒരാഴ്ചയൊക്കെ കേടുകൂടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഹാസൽനട്ട് ഇല്ലാതെ വേറൊരു രീതിയിലും കൂടി ചെയ്യുന്നുണ്ട്. അതിന് ഞാനിവിടെ 1/2 കപ്പ് ആൽമണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാസൽനട്ട് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ബദാമൊക്കെ വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം. ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ചൊരു ഡിഫറെൻ്റ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഇവിടെ 1/2 കപ്പ് ബദാമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കൊക്കോ പൗഡറും ഒരു 6 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലുമാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബദാം എടുക്കുന്നതിന് പകരം വേണമെങ്കിൽ പീനട്ട് വെച്ചിട്ട് ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ കുട്ടികൾക്കൊന്നും ഈ പീനട്ട് വെച്ചിട്ട് ഉണ്ടാക്കിയത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാവരും പറയുന്നത് അതിനൊരു പീനട്ട് ബട്ടറിൻ്റെ ആ ടേസ്റ്റ് തന്നെ വരുന്നുണ്ട് എന്നാണ്. ഈ ബദാം വെച്ചിട്ട് ഉണ്ടാക്കിയത് ഹാസൽനട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നില്ലെങ്കിലും പക്ഷെ കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. ബദാം ഇപ്പോൾ ഇവിടെ നല്ലപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇതും നമുക്ക് അധികം ചൂടാറാണ്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ, അല്ലാണ്ട് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര അല്ല. ഇത് പൊടിച്ചത് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഈസി ആയിട്ടുണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പഞ്ചസാര ആദ്യം പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ. ഇവിടെ ഇപ്പോൾ ഈ മിക്സിയുടെ ജാറ് കുറച്ച് ചെറുതായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാനിതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിതിപ്പോൾ കുറേ പ്രാവശ്യമാക്കിയിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഒരു പ്രാവശ്യം തന്നെ കറക്കാണ്ട് ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അങ്ങനെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഒറ്റ പ്രാവശ്യം തന്നെ കറക്കാൻ നിന്നാൽ മിക്സി നല്ലോണം ചൂടായി പോവും. അതുപോലെ ഇതിലേക്കുള്ള സൺഫ്ലവർ ഓയിലും കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടിൻ്റെ കളറൊക്കെ സെയിം തന്നെയാണ്. കുറച്ചൊരു ടേസ്റ്റിൽ കുറച്ചൊരു ഡിഫറൻറ്റ് വരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും റെഡിയാക്കി നോക്കുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അത് ഞാൻ ഇപ്പോൾ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.